Hello guys, welcome back to another video. Guys, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമൽ ഗാഡ്ജറ്റ്സ് ആൻഡ് മലയാളം ചാനലിൽ നിന്ന് അമൽ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ ഒരു PC എടുത്തു. ആ PCയിൽ ചെറിയൊരു അബ്നോർമാലിറ്റി കാണിച്ചിട്ടുണ്ട്. നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് അവൻ എൻ്റെ അടുത്ത് വിളിച്ചിരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഓപ്ഷനിലോട്ട് വന്നപ്പോൾ ആ ബോർഡ് സിസ്റ്റം നമുക്ക് ആദ്യം കാണണ്ടേ. സിസ്റ്റം എന്താ നിങ്ങൾ കണ്ടിട്ടോ? PC ഓണായ ഉടനെ വരുന്ന ഡിസ്പ്ലേ ഇതിലിപ്പം ഇൻബിൽഡ് ഗ്രാഫിക്സ് ഉണ്ടല്ലേ, ഓവർ കറണ്ട് ആയിട്ടാണ് കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ ഓവർ കറണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു മദർ ബോർഡ്. ഫസ്റ്റായിട്ട് ഇപ്പോൾ അവൽ അൺബോക്സ് ചെയ്ത് ഉപയോഗിച്ചപ്പോൾ ആദ്യമായിട്ട് കാണിച്ച ഡിസ്പ്ലേയിൽ വന്ന പോപ്പപ്പ് മെസ്സേജ് ഇതാണ്. അപ്പം ബയോസിൽ പോലും കയറത്തില്ല. അതാണ് ഈ ഒരു PCയുടെ പ്രശ്നം. അത് മോസ്റ്റ്ലി മദർ ബോർഡിൻ്റെ ഒരു ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ അമൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അമലിനെ നമുക്ക് കാണാം, എന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു PC എടുത്തെന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ അമൽ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അമലിനെ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്, കാരണം നമ്മുടെ അന്നത്തെ ലോജിടെക്കിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുണ്ടായിരുന്നു, മൗസൊക്കെ എടുത്ത് അല്ലേ, നമ്മൾ സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമൽ വീണ്ടും വന്നു. അമലിൻ്റെ ഒരു PCയിൽ നമുക്കൊരു 4070 അല്ലേ, ഇന്നോ 3Dയുടെ 4070 വെച്ചിട്ടുള്ള ഒരു ബിൽഡാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ആ ബോർഡിന് ഒരു ഇഷ്യൂ ഉണ്ട്. എന്തായിരുന്നു നമ്മളെ കണ്ട ബോർഡിൽ കാണിച്ചത് ഓവർ കറണ്ട്, USB ഓവർ കറണ്ട് ആണ്. അപ്പോൾ ഇത് എല്ലാം ചെയ്തപ്പോൾ ബാക്കി എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, SMBS ബാക്കി എല്ലാം നോക്കി, അതുപോലെ തന്നെ സ്വാപ്പ് ചെയ്ത് നോക്കി, ബയോസ് അതായത് നോക്കേണ്ട ആക്ച്വലി ഓണായി. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെയാണ്, ലൈക്ക് ബയോസിൽ കയറുന്നില്ല. അതായത് ബയോസിൽ കയറുന്നില്ല. അതാണ് ഈ ഒരു മദർ ബോർഡ്, ഈ ഒരു PCയുടെ ഇഷ്യൂ. അപ്പോൾ അത് നമ്മൾ സ്വാപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു മദർ ബോർഡ് ചോയ്സ് ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന മദർ ബോർഡ്സ് ഇതാ ഇവിടെ കുറേ ഉണ്ട്. അപ്പം അമലെ, നിന്റെ പർപ്പസ് എന്തായിരുന്നു ഈ ഒരു PC എടുത്തേണ്ടേ? ബേസിക്കലി ഗെയിമിങ്ങും ബേസിക് എഡിറ്റിംഗ്. അപ്പോൾ ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോർഡൊന്നും എടുക്കണ്ട. ഇവിടെ വേണമെങ്കിൽ 40,000 രൂപയുടെ X670 നമ്മുടെ സ്ട്രിക്സ് മദർ ബോർഡ് വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു B650 മതിയോ? B650 ആണ് ഞാൻ നോക്കിയത്. ഓക്കെ, ആ ഒരു ബഡ്ജറ്റാണ്. അപ്പം എനിക്ക് തോന്നുന്നു അമലെ B650 പ്ലസ് വൈഫൈ ഈ ഒരു ബോർഡ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആപ്റ്റ് ആയിരിക്കും. ഒരു 25,000 രൂപ ബഡ്ജറ്റിനകത്താണ് ഈ ഒരു മദർ ബോർഡ്. റേറ്റ് 23-22 ആ റേഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ. പോരെ, ഇത് പോരെ, മതിയല്ലോ. ഇതിന് വൈഫൈയും ബ്ലൂടൂത്തും ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ബിൽഡും കാര്യങ്ങളിലോട്ട് ഇനി പോവാം. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മുടെ PCയുടെ ബിൽഡ് ഇവിടെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അപ്പം പ്രവീൺ ആയിരുന്നു PC ബിൽഡ് ചെയ്തത്. അപ്പോൾ അമലെ, ഈ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഇതിന്റെ വീഡിയോ ഒരു 3 ദിവസം മുന്നേ വരാനുള്ളതാണ്, പക്ഷേ മൊത്തത്തിൽ ഡിലേ ആയി. അപ്പം ഇന്നോ 3Dയുടെ കാർഡ് അല്ലെങ്കിൽ 4070 ഇത് നേരത്തെ 30 സീരീസ് ആയിരുന്നില്ല കയ്യിരുന്നത്? 20 സീരീസ് ആയിരുന്നു. അപ്പം 20 സീരീസിൽ നിന്ന് അമല് 30 പോയില്ല, 40ലോട്ടാണ് പോയത്. അപ്പോൾ എന്തുകൊണ്ടാണ് 40 സീരീസ് ചൂസ് ചെയ്യാൻ കാരണം? 40 സീരീസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീരീസ് തന്നെ ചൂസ് ചെയ്തത് ബേസിക്കലി ലേറ്റസ്റ്റ് ആയതുകൊണ്ടാണ്. അമലിന് അറിയാം, ഗാഡ്ജറ്റ്സ് ആൻഡ് മലയാളം ചാനലിൽ പുതിയ ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ്സ് അല്ലാതെ പഴയ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഓക്കെ, യെസ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് എഡിറ്റിംഗ് ഒക്കെ കുറച്ചുകൂടി, എഡിറ്റിംഗും ഗെയിമിങ്ങും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് ആണ് ഈ ഒരു PC ബിൽഡിലൂടെ അമലിന്റെ ലക്ഷ്യം. അതേപോലെ തന്നെ പ്രോസസർ എനിക്ക് തോന്നുന്നു 7700X അല്ല 7600X ആണ്. അതേപോലെ മദർ ബോർഡ് കുറച്ച് ഹയർ എൻഡ് ആണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഓവർ എക്സ്പെൻസീവ് ബിൽഡ് അല്ല. നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈഗിളുടെ ബിൽഡ്, കാസ്ട്രോ, അങ്ങനെ കുറേ ബിൽഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ചധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈലി എന്താ പറയുക
റേറ്റ് കൂടിയ കോമ്പണൻസ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് പർപ്പസ് മീറ്റ് ചെയ്യാനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പലരും നമ്മുടെ ചാനലിൽ കമൻസ് വന്ന് പറയാറുണ്ട് എക്സ്പെൻസീവ് കോമ്പണൻസ് ആണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നിടത്ത് പറയാനാണ്. ഇത് നമ്മൾ ഓരോ കോമ്പണൻസ് ഓരോ PC ബിൽഡ് എടുക്കുന്ന ക്ലയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അമലിനെ സംബന്ധിച്ച് അമലിന് അതൊരു എന്താ പറയുക എക്സ്പെൻസീവ് ആക്കണമെന്നില്ല. അമലൊരു 2 ലക്ഷത്തിന് താഴെയാണ് ബഡ്ജറ്റ്. ആ ഒരു ബഡ്ജറ്റിനകത്താണ് അമൽ ബിൽഡ് ചെയ്തത്. പക്ഷേ അമലിൻ്റെ ഈ ഒരു പെർഫോമൻസ് അറിയാനുള്ള വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണണം. ഈ ഒരു PCയുടെ പെർഫോമൻസ് അറിയാൻ അത് കൃത്യമായിട്ട് അമലിൻ്റെ ചാനലിൽ ഡെഡിക്കേറ്റഡ് വീഡിയോ അമൽ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ അമലെ ഈ ഒരു PC 4070 ആണ് അല്ലേ? 4070 ഇത് ഇനി ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി പ്രോസസർ സൈഡ് എനിക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് മതി. ലൈക്ക് വല്ലപ്പോഴൊക്കെ ജസ്റ്റ് ഗെയിം ചെയ്യാറുള്ളൂ. എഡിറ്റിംഗ് പിന്നെ ഒരു PC ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് അത്രേ ഉള്ളൂ. അതായത് ബേസിക്കലി ഉണ്ടായിരുന്ന 20 സീരീസിൽ നിന്ന് 40 സീരീസിലോട്ടാണ് അപ്ഗ്രേഡ് ചെയ്തത്. നിങ്ങൾ ആലോചിക്കുക, 40 സീരീസിന്റെ റേറ്റ്സ് ഒക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എടുക്കാൻ പറ്റിയൊരു ടൈമുമാണ്. അതിപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ എവിടെ നിന്ന് എടുത്താലും കേട്ടോ, ഇപ്പം മലയാളികളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗീക്ക് ബോസ് തന്നെ വരണമെന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് എടുക്കാം, പാർട്സുകൾ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. എടുക്കുമ്പോൾ 40 സീരീസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പം ഗൈസ്, അപ്പം നമ്മുടെ ഇതിന്റെ ടെസ്റ്റ് വീഡിയോയും ബിൽഡിന്റെ ബാക്കി ഡെഡിക്കേറ്റഡ് വീഡിയോ അമലിന്റെ ചാനലുണ്ട്, മറക്കാതെ കാണുക. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് ആവി ആൻഡ് അമൽ ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം. ബൈ ബൈ.